തൽക്കാലം തുറന്നുകിടന്ന ടാങ്കിന്റെ മൂടി അടച്ച് ചുറ്റുമുള്ള കാട് വെട്ടാതെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് വാട്ടർ അതോറിറ്റി. പീരുമേട് കുട്ടിക്കാനം പള്ളിക്കുന്ന് സ്കൂളിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് കാട് കയറിയും ടാങ്ക് മൂടി തുറന്നുമിരിക്കുന്ന സാഹചര്യം മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടെ വാട്ടർ അതോറിറ്റി അധികൃതർ അടപ്പ് സ്ഥാപിച്ച് ടാങ്ക് സുരക്ഷിതമാക്കി. എന്നാൽ ഇതിനു ചുറ്റും വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല. ഇതിൽ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് കീഴിൽ വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാനപ്പെട്ട ടാങ്കുകളിലൊന്നാണിത്. പഞ്ചായത്ത് സ്കൂള് സമീപത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാർത്തയിൽ വന്ന് സ്ലാവ് വാർത്തിട്ട് പിന്നെ ആ പരിസരം ഒന്ന് തെളിച്ചിട്ടാണ് അതിനകത്ത് തുറന്നു തന്നെ കിടക്കുക. ഇന്നലെയൊക്കെയാണ് അതിനെ പുറത്തുകൂടെ പാമ്പ് കയറി നടക്കുക. പാമ്പ് മനുഷ്യനൊക്കെ കയറി അവിടെ കിടക്കും. ഒന്നാമത്തെ ലീവുള്ള സമയമല്ലേ, ആ ലീവുള്ള സമയത്ത് നിങ്ങൾ അതൊന്ന് ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ്. അത് ശരിയാകാത്ത നടപടിയല്ല അതൊന്നും. നിങ്ങളത് ഉറപ്പായിട്ട് വന്ന് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. കാട് വെട്ടിയിട്ടില്ല. കാട് വെട്ടാൻ പറഞ്ഞതല്ലേ, നാളെ കഴിഞ്ഞ് വെട്ടാൻ അങ്ങനെ പറ്റിയിലാണ്. ഇതൊക്കെ പറ്റിയിട്ടൊന്നും അല്ലല്ലോ. അതൊന്നും തെളിച്ച് തന്നേ പറ്റത്തുള്ളൂ. ടാങ്കിന്റെ മൂടി സ്ഥാപിക്കാനെത്തിയ അധികൃതർ ഈ കാടുപടലങ്ങൾ കൂടി വെട്ടിമാറ്റി ഇത് സുരക്ഷിതമാക്കേണ്ടതായിരുന്നു എന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം. വാട്ടർ അതോറിറ്റി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉത്തരവാദിത്വമില്ലായ്മയാണ് ഇതിന് കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.